അപ്പം ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വെച്ചാൽ ഈ ഇടയ്ക്ക് കഴിഞ്ഞൊരു മാസത്തിനകത്ത് ഞാനൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു, ഒരു മദേരാൻ്റെ ട്രിപ്പ്. ഒരു 4 ദിവസം കൊണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് കവർ ചെയ്യുമല്ലോ, അവിടുത്തെ ഒരു ഹിൽ സ്റ്റേഷൻ പോയിട്ട് വരാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അപ്പം അതിന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്. ഈ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഒന്ന് ഇൻട്രോ, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യാം, ഇതിലെങ്ങനെയൊക്കെയാണ് അതിൻ്റെ റൂട്ട് മാപ്പ്, പിന്നെ മൂന്നാമത്തെ വെച്ചാൽ ഇതിൻ്റെ ഒരു എക്സ്പെൻസ് എത്ര രൂപ കൊണ്ട് നമുക്ക് പോയിട്ട് വരാം, പിന്നെ നാലാമത്തെ വെച്ചാൽ ചില ക്വസ്റ്റ്യൻസാണ്. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് പാക്കേജ് അവൈലബിൾ ആണ്, 5000-6000 രൂപയ്ക്കൊക്കെ പാക്കേജ് അവൈലബിൾ ആണ്. നമുക്ക് പാക്കേജ് എടുക്കണോ അതല്ലാതെ പോയിട്ട് വരാൻ പറ്റുമോ, ആസ് എ പേഴ്സൺ ഹൂ ഡസൻ നോ ദാറ്റ് മച്ച് ഹിന്ദി, ലൈക്ക് ഹിന്ദി കേട്ടാൽ മനസ്സിലാവുന്നല്ലാതെ പറയാൻ അറിയില്ല. അപ്പം അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് നമുക്ക് തീർക്കാം. അപ്പം സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പം മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലുള്ളൊരു ചെറിയ ഹിൽ സ്റ്റേഷനാണ് മദേരൻ. അവിടുത്തെ പീക്ക് അല്ലെങ്കിൽ എനിക്കൊരു ടൈം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ജൂൺ, ജൂലൈ ടു ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെയൊക്കെയാണ്. സെപ്റ്റംബർ അടുത്ത മാസം വരെയുണ്ട്, സെപ്റ്റംബർ വരെയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലും നമ്മുടെ മദേരൻ അവിടെ ഉണ്ട്. ബട്ട് നമുക്ക് ആ ഒരു പീക്ക് ലെവൽ മൺസൂൺ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ടൈമിൽ പോയാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതാണ് മദേരനെ കുറിച്ചുള്ള കാര്യം. പിന്നെ നമ്മൾ പോയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ പോയിരുന്നത് 4 ദിവസം കൊണ്ടാണ്. നമ്മളൊരു വ്യാഴാഴ്ച പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഞായറാഴ്ച രാത്രിയത്തേക്ക് തിരിച്ചു വരാം. അങ്ങനെയാണ് നമ്മൾ പോയിരുന്നത്. നമ്മൾ എങ്ങനെ പോയതെന്ന് വെച്ചാൽ അതിൻ്റെ റൂട്ട് മാപ്പ് ഞാൻ പറയാം. അപ്പോൾ റൂട്ട് മാപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡയറക്റ്റ് നമ്മുടെ ട്രിവാൻഡ്രത്തു നിന്ന് എല്ലാ വ്യാഴാഴ്ചയും പോകുന്നൊരു വണ്ടിയുണ്ട്, അതായത് മുംബൈ LTT സൂപ്പർ ഫാസ്റ്റ്. അപ്പോൾ അതിന് ഞായറാഴ്ച ഞാൻ ഇവിടുന്ന് കയറി തിരുവനന്തപുരത്ത് നിന്നായിരുന്നു. അപ്പം ഞായറാഴ്ച ഒരു രാത്രി 12:50, വെളുപ്പിന് 12:50 കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഒരു 8 മണി 7:30 ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവിടെ ചെല്ലും, നമ്മൾ മുംബൈ ചെല്ലും. അപ്പം ഞാൻ പോയതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ രാവിലെ പോയിട്ട് ഏകദേശം നമ്മൾ ഏകദേശം താനയിൽ വന്നിറങ്ങി, മുംബൈയിലുള്ള താനയിൽ വന്നിറങ്ങി ഒരു 7 മണി ആയ സമയത്ത്. അത് താനയിൽ നിന്ന് എപ്പോഴും നേരൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ലോക്കൽ ട്രെയിൻസ് ഉണ്ടായിരിക്കും. ലോക്കൽ അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്രസ്സും എടുക്കാം. അത് ചീപ്പായിട്ടുള്ള രീതി തന്നെയാണത്. പിന്നെ ചിലപ്പോൾ സമയത്ത് പീക്ക് ടൈമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ തിരക്കിൻ്റെ ഒരു പ്രശ്നം വരും. എന്നാലും നമുക്ക് നേരൽ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങാം. നേരലിൻ്റെ അവിടെ നമുക്ക് ഫുഡ് കഴിക്കാൻ ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തന്നെ റൂം എടുക്കാം, അല്ലെങ്കിൽ മദേരൻ ടോപ്പിൽ ചെന്നിട്ടും എടുക്കാം. ഈ നേരൽ എന്ന് പറഞ്ഞാൽ ഒരു ബേസ് വില്ലേജല്ല, ബേസ് സിറ്റി എന്ന് പറയുന്നത്. അവിടെ നിന്ന് എപ്പോഴും ഷെയർ ടാക്സി ഉണ്ട്. നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ ഷെയർ ടാക്സീസ് അവൈലബിൾ ആണ്. 100 per person ആണ്. ഒരാൾക്ക് 100 രൂപയാണ് നമ്മൾ കൊടുക്കാനുള്ളത്. പിന്നെ അവിടുത്തെ കാര്യം പറയുമ്പോൾ അവിടെ നമ്മൾ ഷെയർ ടാക്സി എടുത്തു. ഷെയർ ടാക്സി റെഡിലി അവൈലബിൾ ആണ്. നമുക്ക് രാവിലെ തൊട്ട് രാത്രി വരെ, വൈകുന്നേരം വരെയൊക്കെ ഷെയർ ടാക്സി അവൈലബിൾ ആയതുകൊണ്ട് പ്രശ്നമില്ല. ഇവിടെ നമ്മൾ മദേരൻ്റെ എൻട്രി പോയിന്റിൽ അവർ നമ്മളെ കൊണ്ടെത്തിക്കും. ഈ എൻട്രി പോയിന്റിൽ നിന്ന് നമുക്കൊരു 50 റുപ്പീസിൻ്റെ ഒരു എൻട്രി ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് മണ്ടക്കോട്ട് അല്ലെങ്കിൽ മദേരൻ്റെ എൻട്രൻസിൽ നിന്ന് കയറി പോകാൻ പറ്റും. അവിടെ നമ്മൾ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യും. അതിനുശേഷം നമുക്ക് മദേരൻ്റെ എൻട്രൻസിൽ നിന്ന് ടോപ്പ് പോയിന്റ് വരെ പോകാൻ 2-3 വഴിയുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഹോഴ്സ് റൈഡിങ് എടുക്കാം. ഹോഴ്സ് റൈഡിങ്ങിന് പെർ ഹവർ ഏകദേശം 600-700 രൂപയൊക്കെയാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ടോയ് ട്രെയിൻ എടുക്കാം. ടോയ് ട്രെയിൻ കുറച്ച് ഓവർ ഹൈപ്ഡ് ആണ്, അത്രയ്ക്കൊന്നും ഇല്ല അവിടെ. എന്നാലും ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാം. ചില ടൈമിലാണെങ്കിൽ നല്ല ഫോഗൊക്കെ ഉണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, രാവിലെയൊക്കെ ആണെങ്കിൽ. അതിനുശേഷം 2 ക്ലാസ് ഉണ്ട്, സെക്കൻഡ് ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ്സും ഉണ്ട്. സെക്കൻഡ് ക്ലാസ്സിന് എന്തോ 55 എന്തോ ആണ്, കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ റിക്ഷ ഉപയോഗിക്കാം. അതിന് നമുക്ക് 35 റുപ്പീസാണ് താഴത്തിൻ്റെ അവിടെ നിന്ന് മണ്ട വരെ പോകാൻ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്കുള്ളൊരു ഓപ്ഷൻ നടന്നു പോകാം. ഞങ്ങൾ നടന്നാണ് അങ്ങോട്ടേക്ക് വീണ്ടും പോയത്. നമ്മൾ ബഡ്ജറ്റ് ട്രിപ്പ് ആയതുകൊണ്ടും പിന്നെ മറ്റേതിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ എപ്പോഴും നമ്മൾ നടന്നു പോകുന്നതിനാണ് അതിൻ്റെ ഒരു രസം. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ റെയിൽവേ ട്രാക്കിൻ്റെ അതുവഴി തന്നെ നമുക്ക് വേണമെങ്കിൽ നടന്ന് മണ്ടയ്ക്ക് കിട്ടും. ആ പോകുന്ന വഴിക്ക് തന്നെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, മൈറ പോയിന്റ്, അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് ആ റേഞ്ചിലാണ്. എന്നിട്ട് നമ്മളിപ്പം ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ നേരലിൽ നിന്ന് തന്നെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് മണ്ടയ്ക്ക് എന്നിട്ടും ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഞങ്ങളും ബുക്ക് ചെയ്തിട്ട് മണ്ടയ്ക്ക് റൂമിലെത്തി ഫ്രഷായി ഉച്ച കഴിഞ്ഞാണ് നമ്മൾ സ്ഥലം കാണാൻ ഇറങ്ങി. ഇപ്പം കേരളത്തിൽ പോകുന്ന ഒരാൾക്ക് പിറ്റേ ദിവസം ഒരു ദിവസം ട്രെയിനിൽ, പിറ്റേ ദിവസം ഒരു 10-11 ആകുമ്പോഴത്തേക്കും നമുക്ക് മദേരൻ്റെ ടോപ്പിലെത്താൻ പറ്റും. ഞങ്ങളൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് കറങ്ങാൻ ഇറങ്ങിയത്. നമ്മൾ പോയ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, അന്ന് പോയത് ലൗസിയ പോയിന്റ്,
മലങ് പോയിന്റ്, പിന്നെ അത് രണ്ടും ഒരു സൈഡിലാണ്. ഒരു 12 പോയിന്റ് സർക്കിളായിട്ട് വേണേൽ നമുക്ക് 12 പോയിന്റ് സർക്കിളായിട്ട് വേണേൽ നമുക്ക് ഇറങ്ങിയിട്ട് വരാം. 12 പോയിന്റ് അല്ല, കുറച്ചുകൂടെ പോയിന്റ്സ് ഉണ്ട്. ഞങ്ങൾ പോയെന്ന് പറഞ്ഞാൽ കുറച്ച് എല്ലാ പോയിന്റ്സും കവർ ചെയ്യുന്നതിന് പകരം കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അത് മാത്രം എക്സ്പീരിയൻസ് ചെയ്യാനാണ് പോയത്. നമ്മൾ എല്ലാം കൂടെ പോയി കണ്ടുവന്നാൽ നമുക്കൊരു ഫീൽ കിട്ടില്ല. അപ്പോൾ അതിനകത്തുള്ള കാര്യം വെച്ചാൽ നമ്മൾ പോയത് ആദ്യം മലങ് പോയിന്റിൽ പോയി, അവിടെ നിന്ന് ലൗസിയ പോയിന്റ്, പിന്നെ അവിടെ ആ പോകുന്ന വഴിക്കുള്ള 2-3 ചെറിയ പോയിന്റ്സും കവർ ചെയ്തു. അവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഈ വീഡിയോയുടെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത ക്ലിപ്സ് ആഡ് ചെയ്യാം, ക്ലിപ്സും ഫോട്ടോസും ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ അപ്പം നമ്മൾ മലങ് പോയിന്റും ലൗസിയ പോയിന്റും ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ സൺസെറ്റ് പോയിന്റാണ് ഏറ്റവും അങ്ങേ അറ്റത്തെ പോയിന്റ്. ഏറ്റവും കുറച്ച് കൂടുതൽ നടക്കാനുണ്ട്, പക്ഷെ ആ പോകുന്ന വഴി അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ഞങ്ങൾ പോയ സമയത്ത് സൺസെറ്റ് പോയിന്റ് കുറച്ച് ദൂരെ ആയതുകൊണ്ട് ആൾക്കാർ കുറവായതുകൊണ്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ നമ്മളൊരു കാടിൻ്റെ നടുക്കൂടെ നടന്നു പോകുന്നതല്ലേ. ഞങ്ങൾ 2 പേരായിരുന്നു പോയത്, അപ്പോൾ ഞങ്ങൾ 2 പേരും മാത്രം ഉള്ള ഫീലായിരുന്നു, വേറെ ആരുമില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പോകാം. അങ്ങനെ നമ്മൾ സൺസെറ്റ് പോയിന്റ് അവിടെ എത്തി. സൺസെറ്റ് പോയിന്റ് അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല മഴ, കിട്ടില്ല മഴയായിരുന്നു. കിടില മഴയൊക്കെ കൊണ്ട് പോയിട്ട് അവിടെ സൺസെറ്റ് പോയിന്റ് അവിടുന്ന് തന്നെ നമുക്ക് ഈ മാർക്കറ്റ് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ് ഞങ്ങൾ റൂം എടുത്തിരുന്നത്. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ട് നമുക്ക് എത്താൻ പറ്റും. അതുവഴി തന്നെ കറങ്ങിയ ഒരു വഴിയാണ്. കുറച്ച് കറക്കമുണ്ട്. ഈ സൺസെറ്റ് പോയിന്റ് പോകുന്നവർ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ദൂരമുണ്ട്. നമ്മൾ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ അഡീഷൻ നടക്കണം. ബട്ട് അത് വെർത്താണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒരു മല സൺസെറ്റ് കാണണമെങ്കിൽ നമുക്ക് അത്രയും ഈ ഒരു മൺസൂൺ ടൈം കഴിഞ്ഞിട്ട് പോയാലേ സൺസെറ്റ് കാണുള്ളൂ. കാരണം അല്ലാത്ത സമയത്ത് അവിടെ നല്ല മഞ്ഞും മഴയാണ്, അപ്പോൾ സൺസെറ്റ് കാണാൻ പറ്റില്ല. ബട്ട് ആ ഒരു ബ്യൂട്ടിഫുൾ ഒരു മല, അതിനിടയ്ക്ക് കൂടി ഇങ്ങനെ മഞ്ഞുമൊക്കെ കയറി അതിനിടയ്ക്ക് മഴയും, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആ ഒരു സ്പോട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ രാത്രി നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ റൂമിൻ്റെ അവിടെ എത്തി. അവിടെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. ഫുഡ് കുറച്ചൊന്ന് കത്തിയാണ്, ലൈക്ക് കുറച്ച് കത്തിയാണ്. അതിൻ്റെ എക്സ്പെൻസിൻ്റെ ബ്രേക്ക് ഡൗൺ പറയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ എന്നിട്ട് റൂമിൽ കിടന്നു. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും സാധാരണ പോകുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് നമ്മൾ വൈകുന്നേരം കവർ ചെയ്യുന്നതിന് പകരം പിറ്റേ ദിവസം രാവിലെ ഒരു 6:15 ഇറങ്ങി. രാവിലെ ചെറിയ ചാനലുണ്ടായിരുന്നു. ഇറങ്ങിയിട്ട് ഞങ്ങൾ ആദ്യം പോയത് അലക്സാണ്ടർ പോയിന്റ് എന്ന സ്ഥലം. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ. അവിടെ ഈ അലക്സാണ്ടർ പോയിന്റ് വേണമെങ്കിൽ നമുക്ക് ടെൻ്റൊക്കെ അടിക്കാൻ പറ്റും. ടെൻറ്റ് സ്റ്റേ ഒക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അലക്സാണ്ടർ. ഇവിടെ എല്ലായിടത്തും പറ്റും. ലൈക്ക് അലക്സാണ്ടർ പോയിന്റ് കുറച്ചൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ആണ്. അലക്സാണ്ടർ പോയിന്റ് പോയിട്ട് ശേഷം അതുവഴി തന്നെ കറങ്ങി നമ്മൾ ചാർലൽ ലേക്കിൽ വന്നു. ചാർലൽ ലേക്ക്, ആ ലേക്കിലെത്തിയ ശേഷം ലേക്കിൻ്റെ അവിടെ ഒരു പോയിന്റ്, ആ പോയിൻ്റെ പേര് ലോഡ്സ് പോയിന്റ്, അങ്ങനെ ഒരു പോയിന്റിൽ പോയി അത് കണ്ടു. അതിനുശേഷമാണ് ഈ ലേക്കിൽ നിന്ന് വരുന്ന വെള്ളം താഴോട്ട് വന്ന് അത് റിവേഴ്സ് അടിക്കുന്നൊരു വെള്ളച്ചാട്ടമുണ്ട്. അത് നിങ്ങളെല്ലാവരും നമ്മുടെയൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര വൈറലായിട്ടുള്ള സാധനം. അതായത് നമ്മൾ റിവേഴ്സ് വാട്ടർഫാളുള്ള പോയിന്റ്, അതിൻ്റെ സ്ഥലമാണ് കിങ് ജോർജ് പോയിന്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ കിങ് ജോർജ് പോയിന്റ്. ഇപ്പോൾ ഇവിടെ തെന്നലാണ്, അതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. പക്ഷേ ഫുൾ മോളമഞ്ഞായി പോയി. ഒരു കുറച്ച് നേരം മുമ്പ് വരെ അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്, അത് കാണാൻ പറ്റും. ഇടയ്ക്കൊരു 10 മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ കോടമഞ്ഞൊക്കെ മാറി ക്ലീൻ ആവും. നമ്മൾ വെയിറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു പോയിന്റ് വന്നിരുന്ന് ഇപ്പോൾ രാവിലെ ഇറങ്ങിയോണ്ടാണ് രാവിലെ ഇറങ്ങിയോണ്ടാണ് നമ്മുടെ തിരക്കില്ലാതെ വന്നത്. പക്ഷേ ഒരു കാര്യമുള്ളത്, ഇന്ന് ഇപ്പോൾ August 8 ഇന്ന് റിവേഴ്സ് ഇല്ല. റിവേഴ്സ് അത്രയും കാറ്റടിച്ച് കയറിയാലേ റിവേഴ്സ് വരുള്ളൂ. നമ്മുടെ കൂടെ കിട്ടിയൊരു പട്ടിയാണ്. ഓക്കേ, ഇവിടെ കൂടെ ഒരു വെള്ളം ഉണ്ടോ? ഓക്കെ, എടാ ഇവിടെ ഇറങ്ങിയിട്ട് അല്ല, ഇത് സൂക്ഷിച്ച് ഇറങ്ങണേ, വേറെ ഒന്നുമില്ല ഫ്രണ്ടിൽ. അരിയുണ്ട്, അതാ ഞാൻ പറഞ്ഞേ, നല്ല രസമുണ്ട്. അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്, ഫുള്ള് ഇപ്പോൾ ഫോഗാണ്, ഫുൾ ഫോഗ്. രാവിലെ സമയം 8:40, ഇടയ്ക്കില്ല. നമ്മൾ ഈ ചാർലൽ ലേക്ക് കഴിഞ്ഞിട്ട് കുറച്ച് കയറി കഴിയുമ്പോൾ കാണുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. കിങ് ജോർജ് പോയിന്റ്, പിന്നെ എക്കോ പോയിന്റ്, ഹണിമൂൺ പോയിന്റ്, അതെല്ലാം ഒറ്റ സ്ട്രെച്ചില്ല. ഞങ്ങൾ രാവിലെ പോയതുകൊണ്ടും സാധാരണ ഈ റിവേഴ്സ് വാട്ടർഫോളിലൊക്കെ നമ്മുടെ തന്നെ പാക്കേഴ്സ് എല്ലാം വന്ന് ഓവർലി ക്രൗഡ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ പോയത് രാവിലെ ആയതുകൊണ്ട് ലിറ്ററലി ആരുമില്ല, ഞങ്ങൾ 2 പേരും മാത്രം. ദൂരെ നമുക്ക് ഈ കിങ് ജോർജ് പോയിന്റ് അവിടെ കുറച്ച് താഴോട്ട് ഒരു ബാരിയർ ഉണ്ട്. ആ ബാരിയറിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ കിട്ടുന്നൊരു വ്യൂ ഉണ്ട്.
നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ, ഞാൻ എൻ്റെ വീഡിയോ എന്തായാലും ഇതിനകത്ത് പ്ലേ ആക്കിയേക്കാം, അത് കാണുമ്പോൾ ഒരു കിട്ടും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ. നമ്മൾ തന്നെ അവിടെ ഒരു ചെറിയൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരും, പിന്നെ ദൂരെ ഒരു നമ്മുടെ വാട്ടർഫോള്, റിവേഴ്സ് അടിക്കാനുള്ള കാറ്റ്, റിവേഴ്സ് വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ ഈ പോകുന്ന വെള്ളം കാറ്റിൽ തിരിച്ചു വരണം. പക്ഷെ നമുക്ക് അത്രയും പോയപ്പോൾ അത്രയും കാറ്റില്ലായിരുന്നു. ബട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് അവിടുത്തെ വെതർ ഇങ്ങനെ ചേഞ്ച് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കോട മഞ്ഞ് കയറുന്ന കാണാം. ഭയങ്കര രസമാണ്, ലിറ്ററലി ഭയങ്കര രസമാണ്. അപ്പം അത് കണ്ടു. അവിടെ തന്നെ നമ്മൾ ഏകദേശം ഒരു നമ്മളൊരു 5 to 10 മിനിറ്റോളം, 10 ഒരു അരമണിക്കൂറോളം ഞങ്ങൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. എല്ലാം അവിടെ തന്നെ ഇരുന്ന് ആ ഒരു ബ്യൂട്ടി അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും, ലിറ്ററലി എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മളൊരു മാജിക്കൽ ഫ്രെയിമിലൊക്കെ പോകുന്നൊരു ഫീലാണ്. ഭയങ്കര രസമാണ്. അത് ആൾക്കാരുള്ളെങ്കിൽ അത്രയും ഭംഗി കാണില്ല. ഞങ്ങൾ പോയ സമയത്ത് രാവിലെ, അതായത് നിങ്ങളെപ്പോഴും ഈ ഒരു ഇത് ഫോളോ ചെയ്യാൻ പറയില്ല, ബട്ട് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ ആരും കാണില്ല, എന്നാലേ അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഏകദേശം തിരിച്ച് നമ്മൾ റൂമിൽ ഏകദേശം ഒരു 10 മണി ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിൽ എത്തി, 6:15 പോയിട്ട്. എന്നിട്ട് നമ്മൾ 10 മണിക്ക് ഇറങ്ങി. 10 മണിക്കൊരു ടോയ് ട്രെയിൻ താഴോട്ടുണ്ടായിരുന്നു. നമ്മൾ അത് പിടിക്കാൻ പോയില്ല, നമ്മൾ അത്രയും തിരക്കണ്ട, കുറച്ച് റിലാക്സ് ആയിട്ട് പോകാം. എന്നിട്ട് നമ്മൾ തിരിച്ച് നടക്കുമായിരുന്നു. തിരിച്ച് പോയപ്പോഴും ഭയങ്കര രസമായിട്ടായിരുന്നു വെതർ. പിന്നെ ആകെയുള്ളൊരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തിരിച്ച് പോകുമ്പം അവിടെ നിന്ന് താഴോട്ടും ഷെയർ ടാക്സി കിട്ടും. അത് ചില സമയത്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ഞങ്ങൾക്കൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് ഷെയർ ടാക്സി തിരിച്ച് കിട്ടിയത്. ഓക്കെ, അത്രയൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത് വെച്ചാൽ, എന്നിട്ട് നമ്മൾ തിരിച്ച് നേരിലെത്തി. നമ്മൾ താഴെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അവിടെ തിരിച്ച് കൊണ്ടുവിടും. അതിനുശേഷം നേരലിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ ചെന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ തിരിച്ച് കുറച്ച് നേരത്തെ ഇറങ്ങി. ഈ 10 മണി ആയപ്പോൾ തന്നെ നമ്മൾ നേരിലെത്തി. 10 മണി 10:30 കഴിഞ്ഞപ്പോൾ നേരിലെത്തി. നേരലിൽ നിന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ട്രെയിൻ പിടിച്ച് നമ്മൾ പനവേൽ പോയി. കല്യാണിൽ പോയി. കല്യാണിൽ പോയാൽ എന്തിനാണെന്ന് ചോദിച്ചാൽ, കല്യാണിലെ ലോക്കൽ മാർക്കറ്റ്സ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും പിന്നെ ഫുഡ് കഴിക്കണം. നമ്മൾ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു അന്ന്. രാവിലെ കഴിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കല്യാണി പോയി കഴിക്കാൻ കുറച്ചുകൂടെ ചീപ്പായിട്ട് നല്ല ഫുഡ് കിട്ടുന്നൊരു കടയൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ആ ഫോട്ടോയിലോ കാണിക്കാം. എന്നിട്ട് നമ്മളവിടെ ലോക്കൽ മാർക്കറ്റ്സ് അവിടെ കുറച്ചുണ്ട്, അവിടെയൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്തു. അവിടെയൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണിയൊക്കെ ഐറ്റംസ് ഒക്കെ നല്ല ചീപ്പായിട്ട് കിട്ടും. സ്വീറ്റ്സ്, ബംഗാളി സ്വീറ്റ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ എക്സ്പ്ലോർ ചെയ്തു. അതുകൂടെ വേണമെങ്കിൽ നമുക്ക് മധുരയാണ് സ്പെൻഡ് ചെയ്യാം. നമ്മൾ കുറച്ചുകൂടെ മുംബൈയും കൂടെ കുറച്ച് കാണാനുണ്ടായതുകൊണ്ട് നമ്മളാണെങ്കിൽ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ കല്യാണിലൊന്ന് ഇറങ്ങി അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് കല്യാണിൽ നിന്ന്, എനിക്ക് താനയിൽ നിന്ന് തന്നെയായിരുന്നു ട്രെയിൻ, താനയിലോട്ട് എത്തി. താനയിലെത്തിയപ്പോൾ ഏകദേശം 3:30-4 മണി ആയപ്പോഴത്തേക്ക് ഞാൻ താനയിലെത്തി. താനയിൽ നിന്ന് തിരിച്ച് ഞാൻ പോയ അതേ വണ്ടി, ലോക്മാന്യത്തിലേക്ക് നിന്ന് കൊച്ചുവേളി വരെയുള്ള ആ വണ്ടിയിൽ നമ്മൾ കയറി. അവിടെ നിന്ന് കയറി. അപ്പം ശനിയാഴ്ച വൈകുന്നേരം 5 മണി ആയപ്പോൾ ട്രെയിൻ വന്നു. ഞങ്ങളെല്ലാം കയറിയതിന് ശേഷം പിറ്റേ ദിവസം ഞായറാഴ്ച ഫുള്ള് കേരളത്തിൽ കൂടെ ഓടി രാത്രി 10 മണിയാകുമ്പോൾ നമ്മുടെ കൊച്ചുവേളി എത്തും. അതാണ് ഞാൻ പോയ ട്രെയിനിൻ്റെ ട്രിപ്പ് ഡീറ്റെയിൽസ്. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഫ്ലോ. ഇതിനകത്തെല്ലാം ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. ഇനി അതിൻ്റെ നമ്മുടെ എക്സ്പെൻസിൻ്റെ ബ്രേക്ക് ഡൗൺ പറയുവാണെങ്കിൽ, ഞങ്ങൾ പോയ ഫുൾ എക്സ്പെൻസിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാനത് ഇപ്പം കാണിക്കാം. ഓക്കെ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ട്രെയിനിൽ ഉള്ള ഫുഡ് ഞാൻ കൂട്ടുന്നില്ല. അതിന് വരെ നമ്മൾ ട്രെയിനിനകത്ത് ഏകദേശം ഒരാൾക്ക് 755 രൂപയാണ് സ്ലീപ്പർ വരുന്നത്, അങ്ങോട്ട് മാത്രം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 1550 രൂപ മുംബൈ പോയി തിരിച്ചു വരുന്നതിനുള്ളത്. പിന്നെ താനയിൽ നിന്ന് നേരിൽ വരെ ഞങ്ങൾ അങ്ങോട്ട് പോയത് ലോക്കലിന് പകരം ഞങ്ങളാണെങ്കിൽ ഒരു എക്സ്പ്രസ് ആയിരുന്നു പിടിച്ചത്. നമുക്ക് അത്രയും തിരക്ക് ഭയങ്കര കൂടുതലുണ്ട് അവിടെ. ആ ടൈമിലൊരു എക്സ്പ്രസ് ഒന്നുകൊണ്ട് ഒരാൾക്ക് ഏകദേശം 50 രൂപ റുപ്പീസായി. പിന്നെ റൂമിന് വന്ന് ഞങ്ങൾക്ക് ചിലവെന്ന് വെച്ചാൽ രണ്ട് പേർ കൂടെ ഏകദേശം 1200 രൂപയാണ്. ഞങ്ങൾ പോയ ടൈം എന്ന് പറഞ്ഞാൽ വ്യാഴവും വെള്ളി ആയതുകൊണ്ട് വീക്കെൻഡിലെ തിരക്ക് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഈ റേറ്റിൽ കിട്ടിയത് 1200. അതിനും താഴെയും കിട്ടി. നമ്മൾ കുറച്ച് നല്ല റൂം നോക്കി എടുത്തത്, വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളത്. 1200. അപ്പോൾ ഒരാൾക്ക് 600 രൂപ. പിന്നെ നേരലിൽ നിന്ന് മാതരാൻ വരെ നമുക്ക് 100 രൂപ ടിക്കറ്റിന്. പിന്നെ മാതരാനിൽ തിരിച്ച് നേരലിലോട്ട് 100 രൂപ. പിന്നെ നേരലിൽ നിന്ന് കല്യാൺ വരെ 15 രൂപയേ ഉള്ളൂ. ഈ 15 രൂപ സ്ഥാനത്താണ് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ 50 രൂപ എടുത്തത്. അത് ഞങ്ങൾക്ക് ഒരു മണ്ടത്തരായിരുന്നു. കാരണം അതൊരു എക്സ്പ്രസ് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു, കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു. എന്നിട്ട് കല്യാണിൽ നിന്ന് താനെ വരെയും 15 രൂപ. അപ്പം ഫുഡ് ഇല്ലാതെ നമ്മൾ പോയി തിരിച്ചു വരാൻ ആകെ വന്ന് ഞങ്ങൾക്ക് 2510 രൂപയാണ്. ഓക്കെ, ഇനി ഫുഡിൻ്റെ എക്സ്പെൻസ് കൂടെ പറയാം. നമ്മൾ പോയ സമയത്ത് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് നേരലിൽ നിന്നാണ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് നേരിൽ കഴിച്ചു.
അതിന് ഞങ്ങൾക്ക് വന്നത് ഏകദേശം 98 രൂപ ഒരാൾക്ക്. ഞങ്ങൾ കഴിച്ചത് മസാൽ പാവും ചായയും കൂടെ ആയിരുന്നു, പിന്നെ അഡീഷണൽ ഒരു പാവും കൊണ്ടുണ്ടായിരുന്നു. അത്രയും മാത്രമേ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത്. പിന്നെ ഞങ്ങൾ അത് കഴിച്ച ഏകദേശം ഒരു 11 മണി സമയം ആയതുകൊണ്ടും നമുക്ക് അത്രയും വിശപ്പില്ലാത്തതുകൊണ്ടും നമ്മൾ പിന്നെ വൈകുന്നേരമാണ് മദേരാനിയിൽ നിന്ന് ഫുഡ് കഴിച്ചത്. അപ്പോൾ അത് വന്നത് ഞങ്ങൾക്ക് ഒരാൾക്ക് വൈകുന്നേരം 165 രൂപ. ഞങ്ങൾ കഴിച്ചിരുന്നത് റൊട്ടിയും പിന്നെ മിക്സഡ് വെജിറ്റബിൾ കറി എന്തോ ആയിരുന്നു. അതും നല്ല ഫുഡായിരുന്നു. ഫുഡ് നല്ലതായിരുന്നു, ബട്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ് കമ്പാരിറ്റീവ്ലി. താഴേക്കാളും മദേരാൻ ടോപ്പിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്, ബട്ട് അത് മാനേജബിൾ ആണ്. പിന്നെ ചായക്കൊക്കെ അവിടെ 20 രൂപ, വെള്ളമൊക്കെ ഞങ്ങൾ ബോർഡിലാണ് മേടിച്ചത്, അതൊക്കെ വന്നു. പിന്നെ റിട്ടേൺ നമ്മൾ നേരലെയും തിരിച്ച് വന്നപ്പം മധുരനെയും തിരിച്ച് നേരിലെത്തിയപ്പോൾ ഞങ്ങൾ ഒന്നുകൂടെ നമ്മളൊരു വടാപ്പാവ് കഴിക്കണം എന്ന ആഗ്രഹത്തോടെ വടാപ്പാവ് കഴിച്ചു. വടാപ്പാവിന് വളരെ ചീപ്പായിട്ട് തന്നെ കിട്ടി. വടാപ്പാവ് നമുക്ക് ഒരാൾക്ക് 18 രൂപ എന്തോ വന്നുള്ളൂ. പിന്നെ അപ്പം നേരളിൽ നിന്ന് ആ സൈഡിലെല്ലാം കൂടെ നേരലും മധുരയിലും നമുക്ക് ഫുഡ് എക്സ്പെൻസ് വന്ന് 360. പിന്നെ ഞങ്ങൾ കല്യാണിലെത്തി നല്ലോണം കഴിച്ചു. കല്യാണിലെത്തി കഴിച്ചത് ബട്ടർ നാനും പിന്നെ നമ്മുടെ പനീറും ഒക്കെ ആയിരുന്നു. അതിന് ഏകദേശം ഞങ്ങൾക്ക് 180ഓളം വന്നു. ഇപ്പോൾ മുംബൈ സൈഡിൽ ഫുഡ് വന്നത് 540 രൂപ ആ റൗണ്ടാണ് വന്നത്. ഇപ്പോൾ ഫുഡ് ഉൾപ്പെടെ നമ്മുടെ ഈ ട്രിപ്പിൽ ആകെ വന്നിരുന്ന ചിലവ് 3051 രൂപ. എനിക്ക് 51 വിട്ടേക്കാം, അതൊരു റൗണ്ട് ചെയ്ത് 3000 രൂപ, കറക്റ്റ് 3000 രൂപ. 2000 രൂപയ്ക്കും പോകാം, ബട്ട് നമ്മൾ കുറേ കൂടെ ബഡ്ജറ്റ് എന്ന് പറയാൻ പറ്റും. എന്നാലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ലൈക്ക് സ്ലീപ്പറിൽ തന്നെ പോയി കംഫർട്ടായിട്ട് പോയിട്ട് വരാൻ 3000 രൂപ മതി. ഇത് 50 രൂപ നമുക്ക് ആ താനയിൽ നേരിൽ പോയ ടിക്കറ്റ് 15 രൂപയ്ക്ക് വേണേൽ പോയിരുന്നു. അപ്പം കുറച്ച് രൂപയുടെ വ്യത്യാസം വരും. പിന്നെ ഫുഡ് നമ്മൾ 3 നേരം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് വിശന്നപ്പോഴെല്ലാം നമ്മൾ കഴിച്ചിട്ടുണ്ട്. അല്ല വിശന്നിരുന്നിട്ടില്ല, പട്ടിണി കിടന്നിട്ടില്ല. നമ്മൾ വിശന്നപ്പോഴെല്ലാം കഴിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടെ വന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 3051 രൂപയാണ്. പിന്നെ ഞങ്ങൾ കല്യാണിയിൽ നിന്ന് സ്വീറ്റ്സൊക്കെ മേടിച്ചതിൻ്റെ ഉള്ളൂ, അത് വേറെ ചിലവ്. ലൈക്ക് ഇപ്പം ഇതിൻ്റെ കൂടെ ഒരു 500 to 600 രൂപ കൂടെ കൂട്ടിക്കും നിങ്ങളിപ്പം ട്രെയിനിൽ ഭക്ഷണം കൂടെ വന്നാലും. അപ്പോൾ ഏകദേശം 3500 രൂപയ്ക്ക് നമുക്ക് കേരളത്തിൽ നിന്ന് പോയി തിരിച്ചു വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇനി ഈ 2 ഡൗട്ട്സ് ആണ് ഇനി അഡ്രസ്സ് ചെയ്യുന്നത്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന്, ഇവിടുന്ന് സോളോ ആയിട്ട് പോയിട്ട് വരാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടാണ്. അതെല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. പക്ഷേ അതിനകത്തൊരു കാര്യം പറയാം, നമുക്ക് നേരെ അല്ലെങ്കിൽ മധുരൻ സൈഡിൽ റൂം സോളോ ആയിട്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. 2 പേരില്ലാതെ അവർ കിട്ടില്ല, റൂം കിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി കുറച്ച് ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുക എപ്പോഴും 2 പേരായിട്ട് പോകാനാണ്. പിന്നെ രണ്ടാമത്തെ ചോദ്യമാണ് പാക്കേജ് വേണോ വേണ്ടേ. അതിൻ്റെ കാര്യത്തിൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. അതായത് പാക്കേജിൻ്റെ ആവശ്യം ശരിക്കും ഞങ്ങൾക്ക് വന്നിട്ടില്ല. പാക്കേജ് ഇപ്പോൾ ഏറ്റവും ബേസ് പാക്കേജ് ആയാലും ഞങ്ങൾക്ക് ഞാൻ കണ്ടത് 4500 എന്തോ. നമ്മൾ വിത്ത് ഇൻക്ലൂഡിങ് ട്രെയിനിലെ ഫുഡ് ഉൾപ്പെടെ നമ്മൾ എടുത്താൽ കൂടി നമുക്കൊരു 1000 രൂപ പ്ലസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ലിറ്ററലി സേവ് ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. മറ്റേ ഷോപ്പിംഗ് ഒക്കെ കല്യാണിലൊന്നും ഇറങ്ങുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ കല്യാണിൽ ഷോപ്പ് ചെയ്തു, കല്യാണിലെ ഫുഡ് വേറെ ട്രൈ ചെയ്തു, വെറൈറ്റി ട്രൈ ചെയ്തു. ഇതെല്ലാം ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞത് 3000 രൂപ. 3000 രൂപ ട്രെയിനിലെ ഫുഡ് കൂടെ ചേർത്താലും 3500 രൂപ ആവത്തുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ചോദിക്കുന്ന കാര്യമാണ്, ഇപ്പം കുറച്ച് ഇതുണ്ടെങ്കിൽ, അതായത് കുറച്ച് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് അത്രയും സ്പെൻഡ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ 3000 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് പോയിട്ട് വരാവുന്ന ഏറ്റവും അടുത്ത് ലൈക്ക് ഒരു 4 ദിവസം കൊണ്ട് നമുക്ക് നോർത്ത് ഇന്ത്യയിൽ പോയി നോർത്ത് ഇന്ത്യയിൽ ഒരു പ്ലേസ് കവർ ചെയ്തിട്ട് വരാം. ഇതെൻ്റെ ഫസ്റ്റ് നോർത്ത് ഇന്ത്യൻ ട്രിപ്പാണ്. ലൈക്ക് ആ ഒരു സൗത്ത് ഇന്ത്യൻ ബാരിയർ കഴിഞ്ഞിട്ട് പോകുന്ന ഫസ്റ്റ് ട്രിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ബഡ്ജറ്റ് ലെവലിൽ ഏറ്റവും അടുത്ത് പോയിട്ട് വരാമെന്നുള്ളൊരു സവിശേഷതയും കൂടെ മതിരാനുണ്ട്. 4 ദിവസം മതി. 4 ദിവസം കൊണ്ട് പോയിട്ട് കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് വൈബായിട്ട് തിരിച്ചു വരാം. ഇത്രയാണ് നമ്മുടെ ട്രിപ്പിൻ്റെ ബഡ്ജറ്റ്. ഏകദേശം 3000 രൂപ റേഞ്ചിൽ പിടിച്ചാൽ മതി. ഇവിടുത്തെ ബഡ്ജറ്റ് എനിക്കൊന്ന് പാക്കേജൊക്കെ വരുന്നത് 4500, 5000 ആ റേഞ്ചൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നൊരു കാര്യം, നമുക്ക് വേണമെങ്കിൽ ടോയ് ട്രെയിനോട് അവൈൽ ചെയ്യാം. അത് കുറച്ച് നേരം ചിലപ്പോൾ ടിക്കറ്റിന് കൗണ്ടറിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ അതും ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരിക്കും. ബട്ട് അത് കുറച്ച് ഓവർ റേറ്റഡാണ്. എന്നാലും ലൈക്ക് ഒരു ഇതും ഇല്ലാതെ നമുക്ക് വേണമെങ്കിൽ പോയിട്ട് വരാം. അതൊക്കെയാണ് നമ്മുടെ മാതേരൻ ട്രിപ്പിൻ്റെ. ഇത്രയൊക്കെയാണ് ഇത് വെച്ചിരുന്നത്. പിന്നെ ഒരു കാര്യങ്ങളുണ്ട്. നമുക്കിപ്പം ഇതിനകത്തിൽ ഹിന്ദി അറിയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കറിയാവുന്ന ഹിന്ദി കൊണ്ടൊക്കെ തട്ടിമുട്ടി പോയിട്ട് വരാം. ഒരു പ്രശ്നങ്ങളും വരത്തില്ല. അവിടെ മാതേരാനിൽ ചെന്നുള്ള കാര്യം എന്ന് വെച്ചാൽ അവിടെ മൊത്തം മലയാളികളാണ്. നമുക്ക് എല്ലാം ഫുൾ മലയാളികളെ കാണാൻ പറ്റും. എങ്ങോട്ട് കഴിഞ്ഞാലും മലയാളികളാണ്. പ്രത്യേകിച്ച് പാക്കേജൊക്കെ വരുന്ന ടൈം കൂടെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഫുള്ള് മലയാളികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 4 ദിവസം ഉണ്ട്, ഒരു 3000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ചില്ലായിട്ട് വരാൻ പറ്റിയ ഒരു കിടിലൻ പ്ലേസാണ് മാതേരാൻ.
കിടിലം പ്ലേസാണ്. ആ ഒരു മൺസൂണും ഒക്കെ എൻജോയ് ചെയ്ത് നൈസായിട്ട് പോയിട്ട് വരാം. 3000 രൂപ ഇവിടെ ഏകദേശം മീശപ്പുലിമല ട്രക്കിങ്ങിൻ്റെ കാശും കുറച്ചുകൂടെ ആവത്തുള്ളൂ. നമുക്കൊരു വേറൊരു സംസ്ഥാനത്ത് പോയി കണ്ടിട്ടൊക്കെ വരാം. അപ്പോൾ അതൊക്കെയുള്ളൂ ഈ വീഡിയോ. ഇതിനിടയ്ക്ക് നമ്മളെടുത്ത കുറച്ച് സിനിമാറ്റിക് വീഡിയോസും ഫോട്ടോസും കുറച്ച് അടിപൊളി ഫോട്ടോസൊക്കെ ഉണ്ട്. അതെല്ലാം ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തേക്കാം. അപ്പം ഗായ്സ് ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.